7 വ്യാകുലങ്ങളൊന്നുമല്ല നമ്മുടെ അമ്മ ഏറ്റെടുത്തത്. ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ ദുരന്തങ്ങളിലൂടെയും കടന്നുപോയവളുടെ പേരാണ് പരിശുദ്ധ അമ്മ. മകളായും ഭാര്യയായും അമ്മയായും അവസാനം വിധവയായും ജീവിച്ചവൾ, ദൈവത്തിന്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുന്നത് മുതൽ ഉടയവൻ ഉടലോടെ തിരിച്ചെടുക്കും വരെ അവൾ കടന്നുപോയ കുരിശനുഭവങ്ങൾക്ക് കയ്യും കണക്കുമില്ല. വിവാഹത്തിന് മുൻപേ ഗർഭിണിയാവുക, പ്രസവിക്കാൻ ഒരിടം പോലും ലഭിക്കാതിരിക്കുക, പ്രസവിച്ച ഉടനെ ഒരു വിശ്രമം പോലും ലഭിക്കാതെ കുഞ്ഞിനെയും കൊണ്ട് പല നാടുകളിലേക്ക് ഓടിപ്പോവുക, ജീവിത പങ്കാളി നഷ്ടപ്പെട്ട് വിധവയാവുക, ഭ്രാന്തന്റെ അമ്മയെന്ന് ചുറ്റുമുള്ളവർ കളിയാക്കുക, തീർന്നില്ല ഏക മകനെ അകാരണമായും അതിദാരുണമായും കുരിശിലേറ്റി വധിക്കുന്നത് കൺമുൻപിൽ കാണുക. പിന്നീട് അങ്ങോട്ട് ഒറ്റയ്ക്ക് ഈ ലോകത്ത് ശത്രുക്കളുടെ മുൻപിൽ ധീരതയോടെ ജീവിക്കുക. ഇങ്ങനെ എത്രയെത്ര വ്യാകുലങ്ങളിലൂടെയാണ് അവളുടെ ഹൃദയം കടന്നുപോയത്. എന്നിട്ടും അവൾ കുരിശിൻ ചുവട്ടിൽ നിന്നില്ലേ? ഏത് സ്ത്രീക്കാണ് അങ്ങനെ തളരാതെ നിൽക്കാനാവുക? അതാണ് അമ്മ. പ്രത്യക്ഷത്തിൽ മംഗളകരമല്ലാത്ത കാര്യം പോലും സ്വർഗം ഇടപെട്ട് സൽവാർത്തയാക്കി മാറ്റുമെന്ന് വിശ്വസിച്ച അവളുടെ ഹൃദയബലം ഞങ്ങൾക്കിന്ന് നൽകണമേ.